ഹാംസ്ട്രിങ് ടൈറ്റ്നസ് വെറുതെ ഒരു സ്ട്രെച്ചിങ് ചെയ്താലോ ഒരു മയോഫേഷ്യൽ റിലീസ് കഴിഞ്ഞാലോ ശരിയാവുമെന്ന് പലരും ചോദിക്കാറുണ്ട്. സോ ഹാംസ്ട്രിങ് ടൈറ്റ്നസ് അഗെയിൻ സ്പോർട്സിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് സാധാരണ ഹാംസ്ട്രിങ് ഒരു ലാർജർ മസിൽ ഗ്രൂപ്പ് ആണ്. ഡെഫിനറ്റ്ലി ആ ഇവന്റിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് ടൈറ്റ് ആവാറുണ്ട്. പക്ഷെ അത് വീണ്ടും റെക്കറൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിന്റെ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓവർ സ്ട്രെച്ച്ഡ് ആണ്. ആന്റീരിയർ പെൽവിക് ടിൽറ്റ് കാരണം പെൽവിക്സിന്റെ പിബിക് ബോണിന്റെ അവിടേക്കാണ് ഈ ഹാംസ്ട്രിങ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. സോ ആന്റിയർലി പെൽവിക് ടിൽറ്റഡ് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ അത് ഓവർ സ്ട്രെച്ച്ഡ് ആണ്. ഇതിനെയാണ് നമ്മൾ ഹൈ ഇന്റൻസിറ്റി സ്പോർട്സിലോട്ട് നോക്കുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഹാംസ്ട്രിങ് പുള്ള് ഉണ്ടാക്കും. ഇത് കറക്റ്റ് ചെയ്താലാണ് നമുക്ക് റെക്കറന്റ് ആയിട്ട് ഈ ഹാംസ്ട്രിങ് പുള്ള് ഇൻസിഡൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ റെക്കറൻസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദിസ് ടിൽറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏതൊരു ബോഡിയിൽ ഏതൊരു പെയിൻ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ട് വരുന്നതും അതിന് ഇന്റൻസിറ്റി കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു സ്റ്റിൽ ഹാവ് അഡ്രസ് ദ റൂട്ട് ഓഫ് ദ പ്രോബ്ലം.